ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, നമുക്ക് ഫിസിക്സിന്റെ ക്ലാസ്സസ് ആരംഭിക്കാം. ചാപ്റ്റർ 1 തന്നെയാണ് ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്. അതിന്റെ നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് എൻ്റർ ചെയ്യാം. ഓക്കെ, നമുക്ക് ചാപ്റ്ററിലേക്ക് കടക്കാം. അതിനു മുമ്പ് തന്നെ ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ഒന്ന് ഫസ്റ്റ് ഇയറിൽ ഒരു ടോപ്പിക്കിലേക്ക് ഒന്ന് റീകോൾ ചെയ്യുവാണ്. നമ്മൾ പഠിച്ചതാണ് ഗ്രാവിറ്റേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിലെ യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ. നിങ്ങളുടെ ഓർമ്മയിലുണ്ട് ഇക്വേഷൻ എല്ലാം. അതിന്റെ ഒന്ന് ശ്രദ്ധിച്ചോളാം. രണ്ട് മാസ് M1 ആൻഡ് M2 സെപ്പറേറ്റഡ് ബൈ എ ഡിസ്റ്റൻസ് R. അങ്ങനെയാണെങ്കിൽ അതിലൊരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ട്. F is equal to നമ്മൾ കണ്ടുപിടിച്ചു G(M1 M2) ഡിവൈഡ് ബൈ R². അപ്പൊ ഇതിന് സിമിലർ ആണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ഇലക്ട്രോസ്റ്റാറ്റിക്സിലെ ഫണ്ടമെന്റൽ ലോ, ദാറ്റ് ഇസ് കൂളംസ് ലോ. കൂളംസ് ലോയില് നമുക്ക് ഇതുമായിട്ട് ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്യാം. അതിനു വേണ്ടിയിട്ടാണ് ഫസ്റ്റിലെ ടോപ്പിക് കൊണ്ടുവന്നത്. ഫിഗർ നമ്മളൊന്ന് കമ്പയർ ചെയ്തോളാം. എങ്ങനെയാ വരുന്നത്? M1ന്റെ സ്ഥാനത്ത് Q1, അവിടെ മാസ് ആണ്, ഇവിടെ നമ്മൾ എടുക്കുന്ന ചാർജ് ആണ്. പോസിറ്റീവ് ചാർജ് ആണ് എടുത്തിരിക്കുന്നത്. നമുക്ക് Q1 Q2 എന്ന് വേണമെങ്കിൽ റെപ്രസെന്റ് ചെയ്യാം. Then plus Q and minus Q are separated by a small distance, small letter r. Then ഇത് ഓപ്പോസിറ്റ് ചാർജസ് ആയതുകൊണ്ട് അവിടെ ഒരു ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ട്. അതാണ് Fe. E മീൻസ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് കാണിക്കുന്നു. അപ്പൊ നമ്മുടെ ഫൈനൽ ഇക്വേഷൻ നമുക്ക് ടോപ്പിക്കിലേക്ക് എൻ്റർ ചെയ്യുന്നതിന് മുമ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്തെന്ന് മാത്രം. നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ ഇങ്ങനെയാണ്: F is equal to K into Q1 Q2 by R². അപ്പൊ നമ്മൾ ജസ്റ്റ് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഓർത്ത് വയ്ക്കാൻ എളുപ്പമായിരിക്കും. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കമ്പാരിസൺ കൊണ്ടുവന്നത്. അപ്പൊ നമ്മുടെ ടോപ്പിക്കിലേക്ക് നമുക്ക് കടക്കാം. കൂളംസ് ലോ ഇൻ ഇലക്ട്രോസ്റ്റാറ്റിക്സ്. ഓക്കെ, കൂളംസ് ലോയില് നമ്മുടെ ഫണ്ടമെന്റൽ ലോ ഇസ് ഓൾസോ നോൺ ആസ് ഇൻവേഴ്സ് സ്ക്വയർ ലോ എന്നാണ് വിളിക്കുന്നത്. ഇൻവേഴ്സ് സ്ക്വയർ ലോ നമുക്കറിയാം, ഡിസ്റ്റൻസിന്റെ സ്ക്വയറുമായിട്ട് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആണ്. നെക്സ്റ്റ് ഫിഗർ നോക്കിക്കോളാം. നമ്മൾ നേരത്തെ കണ്ട ഫിഗർ തന്നെയാണ്. കൺസിഡർ. അപ്പൊ നമ്മൾ ഡെറിവേഷൻ തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ എന്താ പറയുന്നത്? നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാം ഫിഗറിനെ. സോ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. കൺസിഡർ plus Q and minus Q. Two charges are separated by a small distance r. Then a force of attraction between them, that is Fe. Fe ആണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. അതിന്റെ മാഗ്നിറ്റ്യൂഡ് നമ്മൾ കണ്ടുപിടിക്കും. പിന്നെ ഡയറക്ഷൻ കൂടെ നമുക്ക് വരാം, വെക്ടർ ഫോമിലേക്ക് വരാം. അപ്പൊ ഫസ്റ്റ് നമ്മൾ പറയുന്നത് ഫിഗറിനെ പറ്റിയുള്ള എക്സ്പ്ലനേഷൻ കഴിഞ്ഞു. നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ഫിഗറിൽ നിന്ന് നമുക്ക് ഒരു ഒന്ന് രണ്ട് കാര്യങ്ങൾ വരുവാണ്. ഈ ഒരു ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്ന് പറയുന്നത് ക്യൂവിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. എന്ന് വെച്ചാൽ Q1 ആണ് പോസിറ്റീവ് ക്യൂ, Q2 ആണ് നെഗറ്റീവ് ക്യൂ എന്ന് എടുക്കുക. അപ്പൊ Q1 എന്ന് പറയുന്നത് ആ പോസിറ്റീവ് ചാർജ് ഒരു 1 കൂളംബ് ആണെങ്കിൽ ഒരു ഫോഴ്സ് ആയിരിക്കും. ഇനി ഒരു 5 കൂളംബ് ആകുമ്പോൾ ഫോഴ്സ് മാറും. എന്ന് വെച്ചാൽ ക്യൂ ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് ഫോഴ്സും ഇൻക്രീസ് ചെയ്യുന്നു. ഇനി Q2വും അതുപോലെ മൈനസ് ക്യൂവും ഇൻക്രീസ് ചെയ്യോ ഡിക്രീസ് ചെയ്യോ ചെയ്താൽ അതനുസരിച്ച് ഏതിന്റെ വാല്യൂ മാറും? ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ അല്ലെങ്കിൽ റിപ്പൾഷന്റെ വാല്യൂ മാറും. അപ്പൊ ചാർജിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. എങ്ങനെ? ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ഫോഴ്സ്. ഫോഴ്സ് ഇസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ചാർജസ് Q1 ആൻഡ് Q2. അതാണ് ഫസ്റ്റ് ഫാക്ടർ. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഡിസ്റ്റൻസുമായിട്ട് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആണ്. ഡിസ്റ്റൻസ് കൂടുന്നതനുസരിച്ച് ഫോഴ്സ് ഡിക്രീസ് ചെയ്യും. അപ്പൊ ഇതാണ് നമ്മൾ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷനിലേക്ക് കൊണ്ടുവരുവാണ്. ഫോഴ്സ് ബിറ്റ്വീൻ ടു ചാർജസ് Q1 ആൻഡ് Q2 ഈസ് എങ്ങനെയാണ്? is directly proportional to product of two charges. Okay, and second line, F is proportional to 1 by R², that is inversely proportional to square of the distance between them. രണ്ടും കൂടെ ക്ലബ് ചെയ്ത് നമ്മൾ എങ്ങനെ എഴുതും? F is directly proportional to Q1 Q2 by R². ഇനി നമ്മൾ ചെയ്യുന്നത് പ്രപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റിനെ മാറ്റി അതൊരു ഇക്വേഷൻ ആക്കി മാറ്റുവാണ്. മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ ഇക്വേഷൻ ആക്കി മാറ്റുമ്പോൾ we have F is equal to K, a constant into Q1 Q2 by R². ഇത്ര കാര്യങ്ങളാണ് ബേസിക് ആയിട്ട് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. അത് നമുക്ക് കണ്ടിന്യൂ ചെയ്ത് പോവാം. F is equal to K Q1 Q2 by R². ഇതാണ് നമുക്ക് ഇപ്പൊ കിട്ടിയ ഇക്വേഷൻ. ഇതിൽ ആ Kനെ നമ്മൾ കൊണ്ടുവരുവാണ്. വേർ K is equal to പ്രപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് ആണെന്ന് പറഞ്ഞു. Kയുടെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കുന്നത് 1 by 4 pi epsilon 0. That symbol is epsilon 0. അപ്പോൾ K is equal to 1 by 4 pi epsilon 0 എന്ന് വെച്ചാൽ permittivity of free space. Epsilon 0 denotes permittivity of free space. The proportionality constant K also be written in terms of epsilon 0.
ദ പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ്. അപ്പൊ നമ്മുടെ ഇക്വേഷൻ എങ്ങനെയായിട്ട് മാറും? കെയുടെ സ്ഥാനത്ത് കെയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. F is equal to 1/4πε0 into Q1 Q2 by R square എന്നായി മാറി. ഇനി ε0 എന്ന് പറഞ്ഞാൽ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, പെർമിറ്റിവിറ്റി ആണ്. പെർമിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ ഒരു മീഡിയത്തിന്റെ പ്രോപ്പർട്ടിയാണ്. ഒരു ഇലക്ട്രിക് ചാർജ് ഇരിക്കുമ്പോൾ അതിന്റെ ഫോഴ്സ് അല്ലെങ്കിൽ ഫീൽഡിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുള്ള ആ മീഡിയത്തിന്റെ പ്രോപ്പർട്ടിനെ നമ്മൾ പറയുന്ന പേരാണ് എന്താ? പെർമിറ്റിവിറ്റി എന്ന് പറയും. അപ്പൊ വാട്ടറിന് ഒരു പെർമിറ്റിവിറ്റി ആയിരിക്കും, എയറിന് വേറൊരു പെർമിറ്റിവിറ്റി ആയിരിക്കും. അപ്പൊ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? ഫോഴ്സ് ആരെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? ആ മീഡിയത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇറ്റ് റെപ്രസെന്റ്സ് ദ കേപ്പബിലിറ്റി ഓഫ് വാക്വം ടു പെർമിറ്റ് ഇലക്ട്രിക് ഫീൽഡ്. അതാണ് പെർമിറ്റിവിറ്റി എന്ന് പറയുന്നത്. അതിന്റെ വാല്യൂ നമ്മൾ പറഞ്ഞു. ഇനി അതിന്റെ ഡയമെൻഷൻ ഫോർമുല ഉണ്ട്, നിങ്ങൾക്കൊന്ന് സോൾവ് ചെയ്യാം. നിങ്ങൾ കഴിഞ്ഞ വർഷം പഠിച്ചതാണ് ഡയമെൻഷൻ അനാലിസിസിൽ. അപ്പൊ നമുക്ക് ആ F is equal to 1/4πε0 Q1 Q2 by R square എന്നുള്ള ഇക്വേഷൻ അതൊന്ന് ε0നെ മാത്രം മുകളിലേക്ക് ക്രോസ് മൾട്ടിപ്ലൈ F ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുവരാം. അപ്പൊ നമുക്ക് ഏത് കണ്ടുപിടിക്കാൻ? ഡയമെൻഷൻ ഫോർമുല ഒന്ന് ട്രൈ ഔട്ട് ചെയ്യാം. ഓക്കെ, സോ നെക്സ്റ്റ് നമ്മൾ പറയുന്നത് കൂളംസ് ലോയുടെ സ്റ്റേറ്റ്മെന്റ് ഒന്ന് പറയുവാണ്. കൂളംസ് ലോ സ്റ്റേറ്റ്സ് ദാറ്റ് എന്താണ്? മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഓർ റിപ്പൾഷൻ ബിറ്റ്വീൻ 2 point charges is directly proportional to the product of magnitudes of charges and inversely proportional to square of the distance between them. Okay, and expression നിങ്ങൾ ഓർത്തു വെച്ചാൽ നമുക്ക് എളുപ്പമുണ്ട് സ്റ്റേറ്റ്മെന്റ് പഠിക്കാൻ. F is proportional to Q1 Q2 product of charges. Then next one, F is proportional to square of inversely proportional to square of the distance between them. അപ്പൊ നമ്മൾ ഇക്വേഷൻ ആക്കുമ്പോൾ F is equal to K Q1 Q2 by R square. ദെൻ നെക്സ്റ്റ് കെയുടെ വാല്യൂ നമുക്ക് അറിയാം. ഈ വാല്യൂ കിട്ടിയത് നിങ്ങൾക്ക് ഒന്ന് ബുക്ക് എടുത്ത് ചെയ്ത് നോക്കണം. കെയുടെ വാല്യൂ 1/4πε0 ആണ്. നിങ്ങൾ ഈക്വൽ ടു ഇടുക 1/4 ഇൻറ്റു പൈയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, 3.14 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദെൻ ε0യുടെ വാല്യൂ നമുക്ക് നെക്സ്റ്റ് ലാസ്റ്റ് ക്ലിപ്പിൽ ഉണ്ടായിരുന്നു 8.85 ഇൻറ്റു 10⁻². അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് 9 ഇൻറ്റു 10⁻9. അപ്പൊ ന്യൂമറിക്കൽ പ്രോബ്ലംസ് നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ കൂളംസ് ലോ വെച്ചിട്ടുള്ള ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ ഏതാണ്? F is equal to 1/4πε0 Q1 Q2 by R square ആണ്. നമുക്ക് ആ 1/4πε0യുടെ സ്ഥാനത്ത് ഏത് കൊണ്ടുവരാം? 9 ഇൻറ്റു 10⁻9 കൊടുത്താൽ മതിയാവും. ഓക്കെ, അപ്പൊ കുറച്ചുകൂടി ഈസി ആയിട്ട് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതാണ് കൂളംസ് ലോയുടെ അത്യാവശ്യം കാര്യങ്ങൾ. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പോവാം. ഇനി കൂളംസ് ലോയിൽ നിന്നും നമ്മൾ 1 കൂളംബ് നമുക്ക് ഡിഫൈൻ ചെയ്യാം. യു നോ 1 കൂളംബ് ഇസ് ദ എന്താണ്? യൂണിറ്റ് ഓഫ് ചാർജ് ആണ് കൂളംബ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് കൂളംബിന് ഒരു ഡെഫിനിഷൻ വേണം. അപ്പൊ ഡെഫിനിഷൻ സോർട്ട് ചെയ്യുന്ന ഒരു മെത്തേഡ് നമുക്ക് നോക്കാം. എന്നിട്ട് നമുക്ക് സ്റ്റേറ്റ്മെന്റ് അതിന്റെ ഡെഫിനിഷൻ ബൈ ഹാർട്ട് ചെയ്യണോ വേണ്ടോ തീരുമാനിക്കാം. അപ്പൊ നമുക്ക് ആ ഒരു മെത്തേഡ് ഇങ്ങനെയാണ്. We have equation F is equal to K Q1 Q2 by R square ആണല്ലോ. Then K is equal to 9 into 10⁻9 ആണ്. ഇനി നമ്മൾ കൺസിഡർ ചെയ്യാൻ പോവാണ് നമ്മുടെ ഫിഗറിൽ. ഫസ്റ്റ് ഫിഗറിൽ Q1 Q2 ഉണ്ട്. ആ Q1 Q2 എന്ന് പറയുന്നത് യൂണിറ്റ് ചാർജ് ആണ്, അഥവാ 1 കൂളംബ് ആണ്. ഓക്കെ, Q1 equal to 1 coulomb, Q2 is equal to 1 coulomb. ഇനി ഏതാണ്? R എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷൻ 1 meter അപ്പാർട്ട് ആണ്. അപ്പൊ Q1 ആൻഡ് Q2 ആർ സെപ്പറേറ്റഡ് ബൈ എ ഡിസ്റ്റൻസ് 1 meter. എവിടെ വെച്ചിരിക്കുന്നു? വാക്വം. ഓക്കെ, ദെൻ ഇക്വേഷൻ എങ്ങനെയായി? F is equal to 9 into 10⁻9 into ബാക്കിയെല്ലാം 1 into 1/1 സ്ക്വയർ വന്നു. അപ്പൊ നമുക്ക് എഫിന്റെ വാല്യൂ 9 into 10⁻9 ന്യൂട്ടൺ എന്ന് കിട്ടും. അപ്പൊ ആ ഒരു കൺസിഡറേഷനിൽ നിന്ന് നമുക്ക് സ്റ്റേറ്റ്മെന്റിലേക്ക് വരാം. 1 coulomb is defined as that charge which when placed in free space at a distance of 1 meter with an equal and a similar charge will repel with a force of 9 into 10⁻9 ന്യൂട്ടൺ. അപ്പൊ നമുക്ക് ആ എങ്ങനെ ഡിഫൈൻ ചെയ്യാന്നുള്ള കാര്യം നമുക്ക് ആ ഇക്വേഷൻ സോർട്ട് ചെയ്തെടുക്കാം. ഓൺ വേർഡ്സിൽ നിങ്ങൾക്ക് എഴുതാം. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് കൂളംസ് ലോ ഇൻ വെക്റ്റർ ഫോം ഉണ്ട്. വെക്റ്റർ ഫോമിന്റെ ഇമ്പോർട്ടൻസ് എന്ന് വെച്ചാൽ നമുക്കറിയാം ഫോഴ്സ് ആണ്, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ആണ് F. ഫോഴ്സ് ഇസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി. ഇറ്റ് ഹാസ് ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡിറക്ഷൻ. അപ്പൊ ഡയറക്ഷനും മാഗ്നിറ്റ്യൂഡും ഉണ്ട്. നമ്മൾ മാഗ്നിറ്റ്യൂഡ് നമ്മൾ കണ്ടുപിടിക്കുന്ന മെത്തേഡ് നമുക്ക് ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു. ഇനി ഡയറക്ഷൻ പറയുന്നത് ഓപ്പോസിറ്റ് ചാർജസ് ആണെങ്കിലാണ് അട്രാക്റ്റീവ് ഫോഴ്സ്, ഇനി സെയിം ചാർജസ് ആണെങ്കിൽ റിപ്പൾസീവ് ഫോഴ്സ് ആയിരിക്കും. അപ്പൊ ആ ഒരു ഫിഗർ ആണ് ഇവിടെ വരച്ചിരിക്കുന്നത്. അതിൽ ടേംസ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുവാണ്. Q1 charge, Q2 charge separated by a distance R. Then
അവിടെ തന്നിരിക്കുന്ന രണ്ട് ടേംസ് ഉണ്ട്, F21ഉം F12. അത് നമ്മൾ ഡിസ്റ്റിങ്ക്വിഷ് ചെയ്യാൻ കാരണം F21 എന്ന് പറയുന്നത് Q2 ചാർജ് മൂലം Q1 ചാർജിനുള്ള ഫോഴ്സ്. F12 എന്ന് പറഞ്ഞാല് Q1 ചാർജ് മൂലം Q2വിനെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ്. അപ്പൊ അതിന്റെ ഡയറക്ഷൻ രണ്ടും ഓപ്പോസിറ്റ് ആയതുകൊണ്ടാണ് രണ്ടും രണ്ടായിട്ട് ഡിനോട്ട് ചെയ്തിരിക്കുന്നത്, F21 എന്നും F12 എന്നും. നിങ്ങൾക്ക് മനസ്സിലായി? ഇനി R21 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇസ് എ പൊസിഷൻ വെക്ടർ. അപ്പൊ Qവിൽ നിന്നും എത്ര അകലെയാണ് Q2, അതാണ് R12 ഫ്രം 1 to 2. ഇനി R21 എന്ന് പറഞ്ഞാൽ എന്താണ്? Q2വിൽ നിന്നും Q1ലേക്കുള്ള ദൂരം. അപ്പൊ അവിടെ ഡയറക്ഷൻ വരുന്നത് പൊസിഷൻ വെക്ടർ ആയതുകൊണ്ട്. അപ്പൊ അവിടെ ഒരു നെഗറ്റീവ് സിമ്പിൾ വരും. ഓക്കെ, ഇനി താഴെ എഴുതിയിരിക്കുന്നത് നിങ്ങളൊന്ന് നോക്കിക്കോളാം. ഫോഴ്സ് ഓൺ Q1 ഈസ് ഗിവൺ ബൈ, നമുക്കറിയാം ഇക്വേഷൻ ഉണ്ട്. ഇനി ഡയറക്ഷൻ ഫോഴ്സ് എഫിന്റെ മുകളിൽ വെക്ടർ സൈൻ വന്നിട്ടുണ്ട്. F21 നമുക്ക് മനസ്സിലായി. F21 എന്ന് പറഞ്ഞാല് 1ല് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് ആര് മൂലം? 2 മൂലം. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയും R12, സ്മോൾ r12 ക്യാപ്പ് ഉണ്ട്. ദാറ്റ് ഇസ് എ യൂണിറ്റ് വെക്ടർ. ഇറ്റ് ഡിനോട്ട്സ് ദ പൊസിഷൻ, ഇറ്റ് ഡിനോട്ട്സ് ദ ഡിറക്ഷൻ. സോ അടുത്തുള്ള അതുപോലെ തന്നെ F12 ആണ്. F12ന്റെ അകത്തും ഏതുണ്ട്? ഒരു ചേഞ്ചേ വരുന്നുള്ളൂ, R21 ആണ്. R21 ഡിനോട്ട്സ് ദ പൊസിഷൻ വെക്ടർ. അതാണ് യൂണിറ്റ് വെക്ടർ, അതാണ് ഡയറക്ഷൻ അവിടെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പൊ നമുക്കറിയാം R12ഉം R21ഉം ഒരേ മാഗ്നിറ്റ്യൂഡ് ആണ്, പക്ഷെ ഡയറക്ഷൻ മാത്രം ഓപ്പോസിറ്റ് ആണ്. ഒരെണ്ണം Q1ൽ നിന്നും Q2ലേക്കും, ഒരെണ്ണം Q2ൽ നിന്നും Q1ലേക്കും. അപ്പൊ അവിടെ നെഗറ്റീവ് സൈൻ വരുന്നു. അത് വരുന്നത് കൊണ്ട് വി ക്യാൻ കൺക്ലൂഡ് ദാറ്റ് F21 ഈസ് ഈക്വൽ ടു മൈനസ് F12. ഓക്കെ, ദാറ്റ്സ് എ വെക്ടർ ഫോം. ഏറ്റവും ഷോർട്ട് ഫോം ആണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് നോട്ട്സിൽ എലാബറേറ്റ് ചെയ്ത് തരുന്നുണ്ട്. അപ്പൊ അതും കൂടെ വായിക്കുക പാരലായിട്ട്. ഓക്കെ, സോ കൂളംസ് ലോ ഇൻ വെക്ടർ ഫോം. നെക്സ്റ്റ് നമ്മൾ ഒരു ടേമിലേക്ക് വരുവാണ്. കൂളംസ് ലോ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞു ε0, ദാറ്റ് ഇസ് പെർമിറ്റിവിറ്റി. മീഡിയത്തിന് ഇലക്ട്രിക് ഫീൽഡിനെ അല്ലെ ഇലക്ട്രിക് ഫോഴ്സിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുള്ള ഒരു കേപ്പബിലിറ്റി ആണ് പെർമിറ്റിവിറ്റി എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ റിലേറ്റീവ് പെർമിറ്റിവിറ്റി നമ്മൾ പറയുവാണ്, അല്ലെങ്കിൽ ഡയലക്ട്രിക് കോൺസ്റ്റന്റ് ഒരു ടേം കൊണ്ട് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ റിലേറ്റീവ് പെർമിറ്റിവിറ്റിയുടെ നിങ്ങൾ ഡെഫിനിഷൻ ഓർത്ത് വെക്കുക. ഇറ്റ്സ് എ റേഷ്യോ. ആരൊക്കെ തമ്മിൽ? മീഡിയം ടു വാക്വം അല്ലെങ്കിൽ മീഡിയം ടു ഫ്രീ സ്പേസ്. അപ്പൊ ഇക്വേഷൻ ഇങ്ങനെ വരുന്നത് ε r, അതാണ് സിമ്പിൾ. എപ്സിലോൺ സഫിക്സ് r is equal to എപ്സിലോൺ എന്ന് ഉദ്ദേശിക്കുന്നത്, വെറും എപ്സിലോൺ എന്ന് ഉദ്ദേശിക്കുന്നത് എപ്സിലോൺ m ആണ്. എപ്സിലോൺ മീഡിയം. എപ്സിലോൺ ഈക്വൽ ടു എപ്സിലോൺ m, എപ്സിലോൺ മീഡിയം. എപ്സിലോൺ 0 എന്ന് പറഞ്ഞാൽ പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ്. എപ്സിലോൺ r എന്ന് പറഞ്ഞാൽ റിലേറ്റീവ് പെർമിറ്റിവിറ്റി. ഇറ്റ്സ് എ റേഷ്യോ. സോ നമുക്ക് ആ ഇക്വേഷൻ ജസ്റ്റ് റീഅറേഞ്ച്മെന്റ് മാത്രമേ ഉള്ളൂ. എപ്സിലോൺ ഈസ് ഈക്വൽ ടു എപ്സിലോൺ 0 ഇൻറ്റു എപ്സിലോൺ r, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. ഇനി നമുക്ക് വരുന്നത് നമ്മുടെ ഈ ഒരു ഫിഗർ ഞാൻ റീകോൾ ചെയ്തു. ആ ഒരു ഫിഗർ ഇവിടെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത കംപ്ലീറ്റ് വാക്വത്തിലാണ്. അപ്പൊ എപ്സിലോൺ 0 ആണ് വാല്യൂ. ഇനി നമ്മൾ പറയുന്നത് ഇത് വാട്ടറിലാണെന്ന് വിചാരിക്കുക. അപ്പൊ വേറൊരു മീഡിയം ആയില്ലേ? ആ മീഡിയം ആകുമ്പോൾ എഫിയുടെ വാല്യൂ മാറും. മീഡിയം ആകുമ്പോൾ എഫിയുടെ ഫോഴ്സിന്റെ വാല്യൂ മാറുന്നുണ്ട്, കാരണം എപ്സിലോൺ 0 മാറും. എപ്സിലോൺ 0 എന്ന് പറഞ്ഞാൽ എപ്സിലോൺ ആയിട്ട് മാറി. അപ്പൊ നമ്മുടെ ഇക്വേഷൻ എങ്ങനെ വരും? therefore എഫ് മീഡിയം ഈസ് ഈക്വൽ ടു 1/4 എപ്സിലോൺ 0യുടെ കൂട്ടത്തിൽ ആരും കൂടെ വന്നു? എപ്സിലോൺ r. മുകളിലോട്ട് നോക്കിയാൽ ഇക്വേഷൻ ഉണ്ട്. എപ്സിലോൺ ഈസ് ഈക്വൽ ടു അതിന്റെ സ്ഥാനത്ത് എപ്സിലോൺ 0 ഇൻറ്റു എപ്സിലോൺ r. ബാക്കി ഒരു ചേഞ്ചും ഇല്ല. അപ്പൊ ഈസ് ഈക്വൽ ടു നമുക്ക് അതിന്റെ അകത്തുനിന്ന് 1/4 എപ്സിലോൺ 0 Q1 Q2 ബൈ r സ്ക്വയർ എന്ന് പറഞ്ഞാൽ എഫിന് എയർ ആണ് അല്ലെ. ബാക്കി ഏത് ടേം ഉണ്ട്? ഡിവൈഡഡ് ബൈ എപ്സിലോൺ r. ജസ്റ്റ് റീഅറേഞ്ച്മെന്റ് മാത്രമേ ഉള്ളൂ, നിങ്ങൾ ചെയ്ത് തന്നെ നോക്കുക. നിങ്ങൾ ഇതിനൊപ്പം നിങ്ങളെ ക്ലാസ് കേട്ട് ഒരു പ്രാവശ്യം കേൾക്കുക, എന്നിട്ട് നിങ്ങളൊന്ന് ബുക്ക് വെച്ചിട്ട് എഴുതി പോകണം. അപ്പൊ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് കിട്ടും. സോ നെക്സ്റ്റ് എപ്സിലോൺ r എന്ന് പറയുന്നത് ഫോഴ്സിന്റെ ടേമിലുള്ള ഇക്വേഷൻ ആണ്, എഫ് എയർ ബൈ എഫ് മീഡിയം. ഓക്കെ, സോ നെക്സ്റ്റ് നമ്മൾ പറയുന്നത് റിലേറ്റീവ് പെർമിറ്റിവിറ്റി ഇസ് ഓൾസോ കോൾഡ് ഡയലക്ട്രിക് കോൺസ്റ്റന്റ്. രണ്ട് ചോദ്യം വന്നാൽ നമുക്ക് ഒരേ ആൻസർ ആണ്, ഇറ്റ്സ് എ റേഷ്യോ. അത് വെച്ച് എഴുതുക. Next, from this above equation, we can conclude F medium is equal to F air by epsilon r. ആണല്ലോ. So next, for a medium, epsilon r always greater than 1 ആയിരിക്കും. Then epsilon medium is less than F air. Okay, വാക്വത്തിൽ ഇരിക്കുമ്പോഴായിരിക്കും ഏറ്റവും കൂടുതൽ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. മീഡിയം ചേഞ്ച് ചെയ്യുമ്പോൾ അതിന്റെ ഫോഴ്സിന്റെ വാല്യൂ മാറിക്കൊണ്ടിരിക്കും. അതാണ് റിലേറ്റീവ് പെർമിറ്റിവിറ്റിയുടെ ഏകദേശം ഒരു ഷോർട്ട് കൺക്ലൂഷൻ ആണ് പറയുന്നത്. പിന്നീട് ഞാൻ പറയുവാണ്, റിപ്പീറ്റ് ചെയ്യുവാണ്, നോട്ട്സ് ഇതിൽ കുറെ കൂടെ എലബറേറ്റഡ് ആണ്. അത് നിങ്ങൾ പാരലായിട്ട് വായിച്ചും കൂടെ പോകണം. ഓക്കെ,
സോ ട്രൈ ടു സോൾവ് ദിസ് ക്വസ്റ്റ്യൻ. 2 ക്വസ്റ്റ്യൻ ഇടുന്നുണ്ട്. കൂളംസ് ലോയുടെ ബേസ് ചെയ്തുകൊണ്ടാണ് ഇട്ടിരിക്കുന്നത്. ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. സോൾവ് ചെയ്ത് നോക്കണം. ആൻസർ ന്യൂമറിക്കൽ ആണെന്ന് വിട്ടേക്കരുത്. പ്രോബ്ലം നിങ്ങൾ സോൾവ് ചെയ്ത് നോക്കുക. ആൻസേഴ്സ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പറയുന്നതാണ്. സോ ചാപ്റ്റർ ഞാന്ന് ടോപ്പിക്സ് ഞാൻ വൈൻഡപ്പ് ചെയ്യുവാണ്. നമ്മൾ ഇന്ന് പഠിച്ചത് കൂളംസ് ലോ ആണ്. കൂളംസ് ലോയിൽ നമ്മൾ എന്താ പഠിച്ചത്? സ്റ്റേറ്റ്മെന്റ് പഠിച്ചു. ദെൻ അതിന്റെ എക്സ്പ്രഷൻ പഠിച്ചു. 1/4πε0 Q1 Q2/r² പഠിച്ചു. നെക്സ്റ്റ് നമ്മൾ പഠിച്ച കാര്യം കൂളംസ് ലോ ഇൻ വെക്ടർ ഫോം പഠിച്ചു. 1 കൂളം ഡിഫൈൻ ചെയ്യാൻ നമുക്കറിയാം. ഇപ്പോൾ അത് എങ്ങനെയാണ് ആ 1 കൂളം ഡിഫൈൻ ചെയ്യുന്ന മെത്തേഡ് നമ്മൾ നോക്കിയിരുന്നു. നെക്സ്റ്റ് നമ്മൾ പഠിച്ചത് പെർമിറ്റിവിറ്റി എന്ന ടേം നമ്മൾ പറഞ്ഞു. റിലേറ്റീവ് പെർമിറ്റിവിറ്റി നമുക്കറിയാം. അപ്പൊ അതുകൊണ്ട് ആ ടോപ്പിക്സ് എല്ലാം ഒരു ഓർഡറിൽ പഠിച്ചോളുക. സോ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് മീറ്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.